യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വിശുദ്ധ പകൽക്കാലം എല്ലാ വിശുദ്ധന്മാർക്കും ഇന്ന് രാവിലെ എന്റെ ഹൃദയംഗമായ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഒക്കെ എല്ലാവർക്കും ദിവസത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വചനം എല്ലാവരും എടുത്ത് വായിക്കുവാൻ ഏൽപ്പിച്ചു തരണം. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ ശുശ്രൂഷിക്കാം. അതിനാസ്പദമായി യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളാണ് വായിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. പോരാടുന്ന ഫോഗേച്ചുകൾ നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. രാവിലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനയ്ക്കുള്ള കാരണങ്ങൾ എന്താണ്. രണ്ടാമത്തെ ഭാഗം മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകൾ. ഒന്ന്, മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനയ്ക്കുള്ള കാരണങ്ങൾ എന്താണ്. രണ്ടാമത്തെ ഭാഗം മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകൾ. ഈ 2 ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ച് ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ മാത്രമല്ല, നിങ്ങളും പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ വചനം പഠിക്കുവാൻ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. കർത്താവിന് രാവിലെ ഞങ്ങളോട് സംസാരിക്കണം. വചനം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. പ്രാക്ടിക്കൽ ലൈഫിൽ ഈ കേൾക്കുന്ന വചനം ചെയ്യുവാൻ ആത്മാവേ ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കണമേ. തുണയായി കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയുടെ നാവോട് കൂടി ഇരിക്കണം. ഈ ഇരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ് ഇന്ന് രാവിലെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പ്രാർത്ഥന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ കൂടി നമ്മെ ഇന്ന് രാവിലെ ഓർമ്മപ്പെടുത്തുന്നു, മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനയ്ക്കുള്ള കാരണങ്ങൾ എന്താണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ചിലത് പ്രാർത്ഥിക്കുന്നു, മറുപടി കിട്ടുന്നില്ല. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന്റെ മറുപടി കിട്ടുന്നോ എന്ന് പോലും അന്വേഷിക്കാറില്ല. വെറും ചടങ്ങുകൾ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ എല്ലാ വിശ്വാസികളോടും പറയുന്നു, വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്ത അതിനുള്ള കാരണം എന്താണ്. മറുപടി ലഭിക്കുന്നില്ല, അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാസ്പദമാക്കിയാണ് ഇന്ന് രാവിലെ യാക്കോബിന്റെ ലേഖനത്തിലെ 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിച്ചത്. അതിന്റെ 12-ാം വാക്യം വരെയുള്ള വചനത്തിൽ നിന്ന് ചില വചനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ റീസൺ അതിന്റെ 4-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മറുപടി കിട്ടാത്തതിന്റെ ഒന്നാമത്തെ കാരണം നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. മോഹം. നിങ്ങൾ ശരിയായി പ്രാർത്ഥിക്കുന്നു, പുറമേ കേൾക്കുമ്പോൾ നല്ല പ്രാർത്ഥന, പക്ഷെ അതിന്റെ പിന്നിലെ ഉദ്ദേശം, ഹൃദയത്തിൽ ആഗ്രഹം എന്താണ്, അത് അറിയുന്നവൻ കർത്താവ് മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അതായത് സാത്താനിയ ദുർമോഹം, അതായത് ആർത്തി, ആത്മശക്തികളാൽ ഇളക്കി വിടുന്ന ആ ആർത്തി മനുഷ്യനിലേക്ക് പിശാച് കുത്തിവെക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ യാക്കോബ് അപ്പോസ്തലൻ തന്നെ പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു.
ഉഴുത്തിയിട്ട് മരണത്തെ പൊറുക്കുന്നു. നമുക്ക് തന്ന 10 കൽപ്പനകളിൽ തന്നെ ഒരു കൽപ്പനയാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്, കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ കൂട്ടുകാരന്റെ യാതൊന്നിനെയും മോഹിക്കരുത്. അപ്പോൾ പ്രാർത്ഥനയുടെ പിന്നിൽ ഈ മോഹം ആണെങ്കിൽ മറുപടി നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടുകയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിൽ മോഹം, ആ മോഹത്തിൽ നിന്ന് കടന്നു വരുന്ന പാപമാണെങ്കിൽ, പ്രാർത്ഥനയാണെങ്കിൽ ഒരിക്കലും ആ പ്രാർത്ഥന ദൈവത്തിന് നമുക്ക് മറുപടി കിട്ടത്തില്ല. അതിന്റെ 4 അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ യാക്കോബ് ലേഖനം 4:2 പറയുന്നു, മോഹം എന്റെ ഹൃദയത്തിൽ മൂത്തിട്ട് നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. എന്റെ ഹൃദയത്തിൽ ഈ മോഹം കിടന്നിട്ട് ആ മോഹം അങ്ങോട്ട് മൂത്ത് നിങ്ങൾ കൊല്ലുന്നു, അസൂയപ്പെടുന്നു, എന്നിട്ട് ഒന്നും സാധിക്കുന്നില്ല. അവിടെ 2-ാമത്തെ കാരണം കുലപാതകം, കൊല്ലുക. അക്ഷരികമായി നമ്മൾ ആരെയും കൊല ചെയ്യുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ യേശു തന്നെ പറഞ്ഞു, മത്തായി 5:22 പറയുന്നത്, പല കാര്യത്തിലും സഹോദരനുമായുള്ള ബന്ധത്തിൽ ക്ഷമിക്കുവാൻ ഒരു നിരപ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ക്ഷമിച്ചു ക്ഷമിച്ചു, പക്ഷെ നമുക്ക് ഇന്നും മറക്കുവാനായിട്ട് കഴിയുന്നില്ല. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3:15 പറയുന്നത്, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. അതിന്റെ തന്നെ 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു നിരപ്പ് പ്രാപിക്കുവാൻ കഴിയാതെ, ക്ഷമിക്കുവാനും മറക്കുവാനും കഴിയാതെ നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. മത്തായി 18:35 അത് പറയുന്നു, ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാലോ പിതാവും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ല. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ക്ഷമിച്ചു, പക്ഷെ ഹൃദയപൂർവ്വം, അതായത് മറക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്ന്, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. അത് മാത്രമല്ല, എന്നെ ദണ്ഡിപ്പിക്കുവാൻ ഒരു ആത്മാവും എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദണ്ഡിപ്പിക്കുവാൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ശരീരത്തിലായിരിക്കാം, എന്റെ ഭൗതിക നന്മകളിലായിരിക്കാം, എനിക്ക് കിട്ടേണ്ട വാറ്റത്വങ്ങളിലായിരിക്കാം. ഇനിവേ അതിനകത്ത് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, പ്രാർത്ഥന ശരിക്കും നടക്കുന്നുണ്ട്, പക്ഷേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. അത് മാത്രമല്ല, എന്റെ ശരീരത്തിലും ഒരു ദണ്ഡനം നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ കിടക്കുന്നത് കൊണ്ട്. 3-ാമത്, നമ്മൾ വായിച്ച യാക്കോബിന്റെ ലേഖനത്തിലേക്ക് തിരിച്ചു കടന്നു വരിക. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കിടക്കുന്നു അസൂയ, ദുരാഗ്രഹം. കൊലോസ്യൻ 3:5 പറയുന്നത് വികാരാധനയായ അത്യാഗ്രഹം. എഫേസ്യൻ 5:5 പറയുന്നു വികാരാധിയായ ദ്രവ്യാഗ്രഹി. അസൂയ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഉയർച്ച, അവരുടെ അനുഗ്രഹം കണ്ടിട്ട് എന്റെ ഹൃദയത്തിൽ ദുഃഖം, എന്റെ ഹൃദയത്തിൽ കയ്പ്, വൈരാഗ്യം, അതിനാണ് അസൂയ എന്ന് പറയുന്നത്.
നമ്മൾ ഈ അസൂയന്റെ ഹൃദയത്തിൽ വന്നിട്ട് അതിലേക്ക് ദൈവത്തെ നമ്മൾ വലിച്ചു കൊണ്ടുവരും. ദൈവമേ, എനിക്കിത് തന്നേ പറ്റൂ, എനിക്കിത് കിട്ടിയേ പറ്റൂ, എനിക്കതുപോലെ എനിക്ക് ലഭിക്കണം, എനിക്കതുപോലെ എനിക്ക് കിട്ടണം. ഇത് എവിടുന്ന് വന്നു ഈ പ്രാർത്ഥന? എന്റെ ഹൃദയത്തിൽ കടന്നു വന്ന അസൂയ, ആ വ്യക്തിയുടെ ഉയർച്ച, ആ വ്യക്തിയുടെ അനുഗ്രഹം കണ്ടിട്ട് എനിക്ക് ഹൃദയത്തിൽ അങ്ങ് കയ്പും വൈരാഗ്യവും മൂത്തിട്ട് ദൈവത്തിലേക്ക് ഓടി വന്ന് ദൈവത്തെ വലിച്ചിറച്ച് അതിനകത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും, എനിക്കതുപോലെ കിട്ടണം, എനിക്കതുപോലെ ലഭിക്കണം. അപ്പോൾ അസൂയയിൽ നിന്ന് കടന്നു വരുന്ന ദുരാഗ്രഹങ്ങൾ വാസ്തവത്തിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കത്തില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അസൂയയിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ. അടുത്തത് നാലാം ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ചിന്താ വിഷയത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 1-2 വാക്കുകൾ വായിക്കുമ്പോൾ കലഹവും ശണ്ഠയും അതിന്റെ പിന്നിൽ ഒരു പ്രാർത്ഥന. കലഹവും ശണ്ഠയും ഒക്കെ ഇട്ടിട്ട് വന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്ഥാനം, പദവി, പല ഉയർച്ചകൾക്കായി കലഹമുണ്ടാക്കിയിട്ട് ശണ്ഠയിട്ടിട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയാണ്, കടന്നു വന്ന് ആരാധിക്കുകയാണ്. അതിനകത്തൊരു മാനസാന്തരമോ ഒരു കുറ്റബോധമോ ഒന്നുമില്ലാതെ ഒരു നിരപ്പ് പ്രാപിക്കാത്ത അനുഭവത്തിൽ കൂടെ കടന്നു വന്ന് ദൈവസ്ഥലിരുന്ന് ഇടിവിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ തകർത്തിട്ട്, സഭകളെ രണ്ടാക്കി മാറ്റിയിട്ട്, കലഹവും ശണ്ഠയും ഇട്ടിട്ട് അടുത്ത ദിവസം തന്നെ ഭയങ്കര ആരാധന, ഭയങ്കര പ്രാർത്ഥന. ഒരു മാനസാന്തരം അതിനകത്ത് കടന്നു വന്നില്ല, ഒരു കുറ്റബോധം അതിനകത്ത് കടന്നു വന്നില്ല, ഒരു നിരപ്പ് പ്രാപിക്കുന്ന അനുഭവം അതിനകത്ത് കടന്നു വരാതെ നീ വന്ന് പ്രാർത്ഥിച്ച, നീ വന്ന് ആരാധിച്ച ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. 1 തിമോഥെയോസ് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? അതിന്റെ കാരണങ്ങൾ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തി ഉണർത്തുകയാണ്. 5 അതിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം ഭാഗത്തിൽ വായിക്കുമ്പോൾ, ഭോഗങ്ങളിൽ ചെലവിടുന്നതിനായി വല്ലാതെ യാചിക്കുന്നു. ലോക മനുഷ്യനെ പോലെയുള്ള ഒരു ജീവിതം, വെറും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പലതിന്റെയും ഉദ്ദേശം തന്നെ ഭോഗങ്ങളിൽ ചെലവിടാനുള്ള, അതിനായിട്ടുള്ള ആർത്തി. ഞരങ്ങി കണ്ണുനീരോട് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനേകരുടെ പ്രാർത്ഥനകൾ ടാക്സ് വെട്ടിച്ചും ഗവൺമെന്റിനെ വെട്ടിച്ചും അതിൽ കൂടെ ഉണ്ടാകുന്ന കട്ടറുകൾ, കേസുകൾ, അതിനുള്ള കൂടെ വഴക്കുകൾ, എന്നിട്ട് അതിനു വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്കൊരു പരിഹാരം തരണമേ, പരിഹാരം തരണമേ. പലരും ദൂർത്തടിച്ച് ദൈവത്തെ മറന്ന് ജീവിച്ചിട്ട് അവസാന കട്ടത വരുമ്പോഴുള്ള ഒരു പ്രാർത്ഥന. എന്നാൽ ആ ദൂർത്തടിച്ചതിനെ കുറിച്ചൊരു മാനസാന്തരം, കർത്താവെ തെറ്റിപ്പോ, എന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങൾ ദൂർത്തടിച്ചത് കൊണ്ടാണ് ഈ കട്ടത വന്നത് കർത്താവെ എന്ന് പറഞ്ഞ് കർത്താവെ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരു മാനസാന്തരം അതിനകത്ത് കടന്നു വന്ന് അവൻ പണ ഇടപാടുകളിലെല്ലാം അവൻ ഒരു വ്യക്തമായൊരു ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ട് ദൈവത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയല്ല. അതൊന്നുമില്ലാതെ, ഒരു മാനസാന്തരമില്ലാത്ത പ്രാർത്ഥനകൾ. ഇന്ന് രാവിലെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, സക്കായിയുടെ യഥാർത്ഥ മാനസാന്തരത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നോക്കുമ്പോൾ ലൂക്കോസ് 19:8 വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. യേശു ഒരുവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവൻ പറയുന്നു, കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം.
വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ്. അപ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന മാനസാന്തരത്തെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. മർക്കോസ് 12:17 പറഞ്ഞു, യേശു അവരോട്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പരിശുദ്ധമായി ഓർമ്മപ്പെടുത്തുന്നത്, ഭോഗങ്ങളിൽ ചെലവിടുന്നതിനായി വല്ലാതെ യാചിക്കുന്നു, പ്രാർത്ഥന നടക്കുന്നുണ്ട്, വസിക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു. നിന്റെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് കഴിഞ്ഞ നാളുകളിൽ ദൂർത്തടിച്ചതും ഗവൺമെന്റിനെ വെട്ടിച്ചതുമായ അനുഭവങ്ങൾ കൂടെ കടന്നു വന്ന കട്ടതകൾ മാറണമോ? യഥാർത്ഥ ഒരു മാനസാന്തരം എന്റെ ജീവിതത്തിൽ കടന്നു വരാതെ എവിടെയൊക്കെയാണ് തെറ്റിപ്പോയത്? ജീവിതത്തിന്റെ മണ്ഡലത്തിൽ യഥാർത്ഥമായ ഒരു ഡിസിപ്ലിൻ, പണ ഇടപാടുകളിൽ എല്ലാം ഒരു വ്യക്തമായ ഒരു ഡിസിപ്ലിൻ, നീ ആരാണ്, നിന്റെ വരുമാനം എന്താണെന്നൊക്കെ മനസ്സിലാക്കി ദൈവത്തിലേക്ക് ഒന്ന് മടങ്ങി വന്ന് ഒരു പുതിയ ന്യൂ ചാപ്റ്റർ, ഒരു പുതിയ ബിഗിനിങ് നിന്റെ ജീവിതത്തിൽ തുടങ്ങുവാൻ നീ താല്പര്യപ്പെടാതെ കിടന്ന് നിലവിളിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. 6 പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 4 പറയുന്നത്, ലോകത്തോടുള്ള സ്നേഹം. വാസ്തവത്തിൽ ഒരു ദൈവവൈതലേ നീ ആര്? യേശു ക്രിസ്തു എന്ന ആ ഏക പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു നിർമ്മല കന്യകയാണ് നീ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിനുള്ള സ്നേഹം കുറഞ്ഞ് ലോക സ്നേഹത്തിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു അനുഭവമാണെങ്കിൽ ആ തിരുവചനം പറയുന്നു, നീ ദൈവത്തോട് നീ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ സ്നേഹിതൻ ദൈവത്തിന്റെ ശത്രുവാണ്. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ലോക സ്നേഹം കയറി ആ ലോക സ്നേഹത്താൽ നിറഞ്ഞവനായി ആ ലോകത്തിന്റെ ഇമ്പത്തിന് വേണ്ടി, ലോകമോഹത്തിന് വേണ്ടി ലോക മനുഷ്യൻ നടക്കുന്നത് പോലെ നടക്കുവാനുള്ള ആർത്തിയായി നീ ദൈവത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയില്ലെന്ന് മാത്രമല്ല, നീ ദൈവത്തിന്റെ ബദ്ധ ശത്രുവായിക്കൊണ്ടേയിരിക്കുന്നു. ഈ ലോക സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നാൽ തന്നെ ഈ കേൾക്കുന്ന തിരുവചനമുണ്ടല്ലോ, അതൊന്ന് കിളിർത്തു വരത്തില്ല. ലോക സ്നേഹം ഈ വചനത്തെ ഞെരുക്കി മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ അത് കിളിർത്തു വരാതെ നശിച്ചു പോകും. നമ്മുടെ ഈ വാസവും പ്രാർത്ഥനയെല്ലാം എന്തിനാണ്? ഇന്ന് രാവിലെ നമ്മളിത് ചിന്തിച്ചു നോക്കിയാൽ എല്ലാം നമ്മുടെ ജഡത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലവിളിയാണ്. മത്തായി 6 അതിന്റെ 31, 32, 33 വാക്യങ്ങളിൽ യേശു തന്നെ പറയുന്ന വാക്കുകളുണ്ട്. ആരെങ്കിലും എടുത്തെങ്കിലും വാക്യം. മത്തായി 6 31, 32, 33 വാക്യങ്ങളിൽ, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. 33 മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. കർത്താവ് പറയുന്നു, നിന്റെ ആവശ്യം എന്തെന്ന് എനിക്കറിയാം. നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ, നിനക്ക് തിന്നണം, കുടിക്കണം, നിന്റെ ഡെയിലി ജീവിതത്തിന്റെ ആവശ്യങ്ങൾ എന്തെന്നെല്ലാം എനിക്കറിയാം. പക്ഷെ നീ ചെയ്യേണ്ടത് മുന്നമേ ആത്മീയ കാര്യങ്ങളിൽ നീ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. ഇന്നലത്തേക്കാൾ നീ ഒന്നും കൂടെ ആത്മീയ ജീവിതത്തിന് സമ്പന്നനാകണം. അതിനുവേണ്ടി നീ എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കണം, അത് അന്വേഷിക്കണം. അത് പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിയൊക്കെ നിന്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. നീ എന്ത് തിന്നണമെന്ന് നീ എന്തിനാ പാടപ്പെടുന്നത്? നിന്റെ പിതാവിനോട് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് തിന്നാനുള്ള കാര്യം നിനക്ക് തരും. കുടിക്കാനുള്ളത്, നിനക്ക് ജീവിക്കാനുള്ളത്, അന്നുള്ള ആവശ്യമുള്ളത് കർത്താവ് നിനക്ക് തരും, നിന്റെ പിതാവ് നിനക്ക് തരും. കാരണം നീ നിന്റെ മകനാണ്. തീർച്ചയായിട്ടും കർത്താവ് തരുവാൻ ശക്തനാ. പക്ഷേ ഈ ലോകത്തിലെ ഈ കാര്യങ്ങളിൽ വേണ്ടി മാത്രം നീ ചോദിച്ചു കിടക്കുകയല്ല.
നീ ഉന്നമേ ചോദിക്കേണ്ടത് ആത്മീയ വിഷയങ്ങൾ സമ്പന്നനാകുവാൻ, ഡെയിലി ലൈഫിൽ അതിനകത്ത് വർധന ഉണ്ടാകുവാൻ നീ എന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്ക്. നന്മയും കരുണയും നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. തിരിഞ്ഞു നോക്ക്. കഴിഞ്ഞാൽ നീ പട്ടിണി കിടന്നോ? ആഹാരമില്ലാതെ നീ മറ്റുള്ള മുമ്പിൽ കരനീട്ടേണ്ടി വന്നോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ പിന്നെയും പിന്നെയും തിന്നതിനെ കുറിച്ച്, കുടിക്കുന്നതിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, നിന്റെ ശരത്തെ കുറിച്ച് ഒക്കെ നീ ചോദിച്ച് സമയം കളയാതെ ഇന്നലത്തേക്കാൾ, കഴിഞ്ഞ മാസത്തേക്കാൾ ആത്മീയ വിഷയത്തിൽ നീ ഒരു ചുവടും കൂടെ മുന്നോട്ടെടുത്ത് വെക്കുവാൻ ആമൻ സമ്പന്നനാകേണ്ടതിന് ദൈവത്തെ അടുക്കിലേക്ക് ഓടി വന്ന് ആമൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്. എന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ കർത്താവേ, ആത്മാവിന്റെ പകർച്ച എന്നിലേക്ക് വീണ്ടും ഒന്ന് പകരണമേ. ഇന്ന് രാവിലെ ആത്മീയ വിഷയങ്ങൾ നീ ചോദിച്ചടുത്തു വാ. ഏഴാമത് യാക്കോബ് പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ 6-ാം വാക്യത്തിൽ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് എടുത്തു വായിക്കുക. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായ നിഗളം, ആ പരീക്ഷന്റെ പ്രാർത്ഥന പോലെ, കർത്താവേ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഞാൻ കൊടുക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ മറ്റവനെ പോലെ അല്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായ ആ നിഗളം, അഹംഭാവം, മറ്റവനെ പോലെ ഒന്നുമല്ല, ഞാൻ വിശുദ്ധനാണ്, ഞാൻ പ്രത്യേകതയുള്ളവനാണ്, ഞാൻ ഉപസിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. ഈ അഹംഭാവം വെച്ച് നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കയില്ല. ഒരു താഴ്മ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാത്തോളം കാലം തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുന്നു. ഇന്ന് രാവിലെ ആ താഴ്മ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാതെ ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ലഭിക്കയില്ല. 8-ാമത്തെ അവിടെ ഇരിക്കുന്നു ദൈവത്തോടുള്ള മത്സരം. ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ട സ്ഥാനത്ത് ദൈവത്തെ എന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രാർത്ഥന. എനിക്ക് ദൈവത്തോട് അടുത്തില്ലാന്നൊന്നും എനിക്ക് മനസ്സില്ല, കീഴടങ്ങുവാനും മനസ്സില്ല. ദൈവം വേണമെങ്കിൽ എന്റെ ഇടത്ത് വന്ന് എന്റെ കാര്യത്തിന് മറുപടി തരണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ ചുമതലയാണ് എന്റെ പാപത്തെ കണ്ടുപിടിച്ച് പാപത്തെ കഴുകി കളയണം. നമ്മൾ ആരെങ്കിലും പറയാറുണ്ട്, കർത്താവെ തെറ്റിപ്പോയി, ഞാൻ പാപം ചെയ്തു പോയി എന്നൊന്ന് സമ്മതിക്കുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കർത്താവെ ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വന്ന് എന്നെ ക്ഷമി. കർത്താവിന്റെ ചുമതലയാ വന്ന് സെർച്ച് ചെയ്ത് പാപം ഇന്നടുത്തുണ്ട്, അത് കഴുകണം, കർത്താവിന്റെ ചുമതലയാ. കർത്താവ് പറയുന്നു, നീ മത്സരിക്കരുത്, ദൈവത്തോട് നീ അടുത്തുക, ദൈവത്തിന് മുമ്പിൽ നീ കംപ്ലീറ്റ് വഴങ്ങിക്കൊടുക്കുക, ദൈവം പ്രവർത്തിപ്പാൻ നീ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തെ അടുപ്പിക്കുകയല്ല, ഞാൻ എഴുന്നേറ്റ് ദൈവത്തിനടുക്കിലേക്ക് അടുത്തു ചെല്ലണം. കർത്താവിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. മത്സരം ആഭിചാര ദോഷം പോലെയാണ്. കർത്താവ് ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, സഹോദരാ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് വാ, നീ വന്ന് വാതിൽ തുറക്കണം. ഇനി രാവിലെ നമ്മൾ പലപ്പോഴും അങ്ങനെ അല്ലയോ കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ കർത്താവ് എന്റെ ഇഷ്ടം ആ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവന്ന് ദൈവമേ എനിക്കിത് ചെയ്തോ, ഇത് എന്റെ ഇഷ്ടമാ. അങ്ങനെയല്ല, നീ എഴുന്നേറ്റ് ദൈവത്തിനടുക്കിലേക്ക് ചെല്ല. നിന്റെ ഇഷ്ടത്തിലേക്ക് ദൈവം ഇറങ്ങി വരുവാനല്ല, നീ എഴുന്നേറ്റ് ദൈവത്തിനടുക്കിലേക്ക് കടന്നു ചെല്ലണം. അതാണ് ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നത്. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളുടെ അടുത്ത് വരും. അടുത്തത് 9-ാമത്തെ ഭാഗം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 4-ാം അധ്യായത്തിന്റെ, അതായത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൽ നമ്മൾ പിന്മാറിപ്പോയോ, ദൈവത്തിൽ നമ്മൾ അകന്നു പോയോ, മടങ്ങി വരണം. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട്
അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുക, ദൈവമേ 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 എന്നോട് കരുണ തോന്നണമേ. അല്ല, നീ ദൈവത്തിന്ന് എത്രത്തോളം അകന്നു പോയോ ആ സ്ഥാനത്തുനിന്ന് എഴുന്നേറ്റ് നീ ദൈവത്തിലേക്ക് വീണ്ടും മടങ്ങി ആദ്യ സ്ഥലത്ത് വന്ന് നിൽക്കണം. ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണം. ആദ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിലേക്ക് നീ മടങ്ങി വരണം. പലപ്പോഴും നമ്മൾ പിന്മാറിപ്പോയിട്ട് ആ സ്ഥാനത്ത് നിന്ന് കർത്താവിനോട് നിലവിളിക്കുകയാണ്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. നീ അവിടെ നിൽക്ക, നീ അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, പോയിട്ട് ലോകത്തിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് വിളിക്കുകയല്ല, നീ എഴുന്നേറ്റ് അപ്പന്റെ ഭവനത്തിലേക്ക് നീ മടങ്ങി വരണം. അപ്പന്റെ അടുക്കൽ കടന്നു വന്നിട്ട് നീ ദൈവത്തോട് സംസാരിക്കണം. അപ്പോൾ പിന്മാറ്റവും പാപവും അത് കിടന്നുകൊണ്ടല്ല. അകന്നു പോയിട്ടുണ്ടോ, പാപം ചെയ്തിട്ടുണ്ടോ, നീ അവിടെ നിന്ന് എഴുന്നേൽക്ക്. അവിടെ കിടന്ന് നിലവിളിക്കുകയല്ല, അവിടെ നിന്ന് എഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കിലേക്ക്, കർത്താവിന്റെ ഭവനത്തിലേക്ക്, ആദ്യകാലം നീ അനുഭവിച്ച ആ സ്നേഹത്തിലേക്ക്, ആ വിശ്വാസത്തിലേക്ക്, ആ പ്രാർത്ഥനയിലേക്ക്, ആ സന്തോഷത്തിലേക്ക് നീ മടങ്ങി വരണം. എന്നിട്ട് നീ പ്രാർത്ഥിക്ക്, കർത്താവേ ഞാൻ മടങ്ങി വരുന്നു. ഒരു കാലത്ത് നിന്റെ സന്നിധാനത്തിൽ ഞാൻ സന്തോഷിച്ചവനാണ്, ആനന്ദിച്ചവനാണ്, ആരാധിച്ചവനാണ്. കർത്താവേ ഞാൻ നിന്നെ അകന്നുപോയി, ഇതാ നിന്റെ അടുക്കിലേക്ക് ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് ആദ്യ നാളുകളിലെ ആ പ്രാർത്ഥന, ആരാധന, ആ കൂട്ടായ്മയിലേക്ക് നീ തിരിച്ചു വന്ന് ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കേ. ഇപ്പൊ കാലം ഒരു സ്റ്റെപ്പെങ്കിലും കർത്താവിന് അകന്നു പോയിട്ടുണ്ടോ? പത്രോസേ, നീ അകലം വിട്ട് നടക്കുന്നത് എന്ത്? കർത്താവിന്റെ അടുക്കിലേക്ക് നീ ഓടിവാ. പാപം ചെയ്തുവെങ്കിൽ കർത്താവിലേക്ക് ഓടിവാ. പത്രോസ് ഓടി വന്നു. യൂദ ഓടി വന്നില്ല. യൂദ ഓടിപ്പോയത് പുരോഹിതന്മാരുടെ അടുക്കിലേക്കാ. പാപങ്ങൾ നിന്റെ നിന്ന് ക്ഷമിക്കപ്പെടണമോ, പാപങ്ങൾ ഏറ്റുപറയുവാനുള്ള ഏക സ്ഥലം എന്റെ കർത്താവിന്റെ പാദപീഠം മാത്രമാണ്. അവിടേക്കാണ് ഓടി വരേണ്ടത്, മനുഷ്യടുക്കിലേക്കല്ല. 10 അതിന്റെ തന്നെ 8-ാം വാക്യത്തിൽ, യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിൽ, പാപികളെ തന്റെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഇരുമനസ് അഥവാ സംശയം എങ്ങനെയാണ് ഉടലെടുക്കുന്നത്? ദൈവത്തിൽ നിനക്കൊരു അവിശ്വാസം കടന്നു വന്നാൽ അതിന്റെ കൂടെ കടന്നു വരുന്നതാണ് സംശയം. യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 6-ഉം 7-ഉം 8-ഉം വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരനാണ്, സംശയിക്കുന്ന ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുന്നില്ല. നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് വീണ് കിടക്കുന്ന സംശയം. അങ്ങനെ പറഞ്ഞു, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു കളയാം. അവരെങ്ങനെ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം, കിട്ടിയെങ്കിൽ കിട്ടട്ടെ. ഹൃദയത്തിന്റെ അകത്തൊരു ഇരുമനസ്, ഡബിൾ മൈൻഡ്, നിന്റെ ഹൃദയത്തിൽ ഒരു സംശയം വീണ് കഴിഞ്ഞു. അതായത് സംശയം എവിടെ നിന്ന് വന്നു? ദൈവത്തിൽ നിനക്ക് അവിശ്വാസം വന്നോ, അതിന്റെ കൂടെ കടന്നു വരുന്നതാണ് സംശയം. ഹല്ലേലൂയ. എന്തേ നീ ഭാരം ചുമന്ന് നടക്കുന്നത്? എന്താ സഹോദരി നീ ഭാരവും തലയിൽ വെച്ച് ഇങ്ങനെ നടക്കുന്നത്, മുഖം വാടി നിൽക്കുന്നത് എന്ത്? കാരണം ദൈവത്തിന് നിനക്ക് വിശ്വാസമില്ല. ദൈവത്തിന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് നിന്റെ സകല ഭാരങ്ങളും എന്റെ മേൽ വലിച്ചെറിയി, നിന്റെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ വെച്ചുകൊള്ള. ആവർത്തിച്ച് പറഞ്ഞിട്ട് ഞാനതൊന്നും കർത്താവിനെ ഇറക്കി വെക്കത്തില്ല, ഞാൻ തന്നെ ചുമക്കും, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നീ നടന്നാൽ നീ രോഗിയായി മാറത്തേയുള്ളൂ. നീ പാപം ചെയ്ത് നടക്കുകയാണ്. ദൈവത്തിന് നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നീ കർത്താവിന്റെ അടുത്ത് ഇറക്കി വെക്കാൻ കഴിയാത്തത്. നീ തന്നെ ചുമന്ന് പോയാൽ, 1, നീ ദൈവത്തോട് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2, നിന്റെ ജീവിതത്തിൽ രോഗങ്ങൾ, കട്ടതകൾ, സ്ട്രെസ്സുകൾ കാരണം രോഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നീ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിന്നെ കാണുന്നതിന് മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുകയാ. കാരണം നിന്റെ മുഖം മ്ലാനത, ചുമക്കുന്നവളെ പോലെ കാണുമ്പോൾ തന്നെ കാണുന്നവർക്ക് തന്നെ ഒരു ഭാരം. എന്തേ ഇതിനുള്ള കാരണം? ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പ്രകാരം, വചനപ്രകാരം ദൈവത്തോട് സകല കാര്യങ്ങളും ഇറക്കി വെക്കുവാൻ നിനക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാല കർത്താവ് പറയുന്നത്, ഇരുമനസ് ഡബിൾ മൈൻഡഡ് ആയി തീർന്നാൽ, ഇന്ന് പകൽക്കാലത്തിന്റെ ഹൃദയത്തിൽ സംശയം വീണ് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവിശ്വാസം എന്ന ദുഷ്ട ഹൃദയം നിന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെ നിന്റെ
പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടത്തില്ല. നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി കരയുന്നു, ഒത്തിരി വസിക്കുന്നു, പക്ഷേ പ്രാർത്ഥിച്ചിട്ട് നിന്റെ ഹൃദയത്തിനകത്ത് വീണ് കിടക്കുന്ന സംശയം, അതിന് പകരമാണ് യേശു പറഞ്ഞത്, കടുകുമണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ. കടുകുമണി എന്ന് പറയുമ്പോൾ സംശയമില്ലാത്ത വിശ്വാസം, അല്പം പോലും സംശയമില്ലാത്ത വിശ്വാസം. അതിന് പകരം നിന്റെ ഹൃദയത്തിൽ സംശയം വെച്ചുള്ളതായ പ്രാർത്ഥനയാണെങ്കിൽ നിനക്ക് പ്രാർത്ഥന കിട്ടാൻ മറുപടിയില്ല. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. രാവിലെ നമ്മുടെ ജീവിതത്തിൽ നോക്കൂ, സംശയം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് അടുത്തുവാ. നീ ദൈവത്തിന് അകന്നുപോയി, കർത്താവുടെ വിശ്വാസം നിനക്ക് നഷ്ടമായി. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം പിശാച് നിന്റെ ഹൃദയത്തിൽ ഇട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് എഴുന്നേറ്റ് ദൈവത്തിലേക്ക് അടുത്തുവാ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് അടുത്തു വന്ന് ഈ വചന കേൾവിയാ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ അപ്പനോടുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ, അപ്പനോടുള്ള നിങ്ങളുടെ ആശ്രയം വർദ്ധിക്കട്ടെ, അപ്പനോടുള്ള നിന്റെ സ്നേഹം വർദ്ധിക്കട്ടെ. എത്ര എത്ര അത്ഭുതങ്ങൾ കഴിഞ്ഞ നാളുകൾ കണ്ട സഹോദരി സഹോദര, അത്ഭുതങ്ങൾ കാണാഞ്ഞിട്ടില്ല, അടയാളങ്ങൾ കാണാഞ്ഞിട്ടില്ല. അനുദിനം നിന്നെ നടത്തുന്ന വഴികൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ ബുദ്ധിയല്ല, നിന്റെ ജ്ഞാനമല്ല, നിന്റെ കഴിവല്ല, എന്റെ ദൈവമാണ് നിന്നെ നടത്തിയത്. ആ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിനക്ക് സംശയിക്കാൻ കഴിയത്തില്ല, അവിശ്വസിക്കാൻ കഴിയത്തില്ല. പിന്നെയും നീ സംശയിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിൽ അവിശ്വാസം പിശാച് ഇട്ടതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നീ സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പിശാചിന്റെ ആ ട്രാപ്പിൽ നിന്ന് ഇന്ന് പകൽക്കാലം നീ പുറത്തു വരിക, ദൈവത്തിലേക്ക് അടുത്തു വരിക, വിശ്വാസത്തോട് അടുത്തുക. അല്ല, നിന്റെ ഹൃദയത്തിൽ ഡബിൾ മൈൻഡ്, ഇരു മനസ്സ്. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര വിശ്വാസമാ, ഓ പ്രയർ ഇരിക്കുമ്പോൾ ഭയങ്കര വിശ്വാസം, ഓ എക്സാമിന് അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ, ജോലി സ്ഥലത്ത് കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങൾ നടുവിൽ കടന്നു പോകുമ്പോൾ, ഡോക്ടർമാരുടെ അടുക്കൽ കടന്നു പോകുമ്പോൾ ഉടനെ അവശ്യോ ഇത് സൗഖ്യമാകത്തില്ല, ഓ ഇത് കിട്ടത്തില്ല. ആമേൻ. ഇതിനകത്ത് ഭയങ്കര വിശ്വാസം. പുറത്തിറങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ അവിശ്വാസം. ഇതാണ് ഇരു മനസ്സ്, രണ്ട് മനസ്സ്. നിന്റെ ജീവിതത്തിൽ ഒന്നും കിട്ടത്തില്ല. ജയിക്കുമോ തോക്കുമോ, കിട്ടുമോ ഇല്ലയോ, രണ്ടും കൂടെ ഒരുപോലെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് നീ ഒന്നും കർത്താവിന് പ്രാപിക്കത്തില്ല. അടുത്തത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നാവ് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ട് വന്ന് പ്രാർത്ഥന, സകലരെയും വിധിച്ചിട്ട്, സകലരെയും ആമേൻ എന്തൊക്കെ പറയാമോ അതൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. ഇന്ന് രാവിലെ കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ കൂടി ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദര സഹോദരി, നമ്മുടെ മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനയ്ക്കുള്ള കാരണങ്ങൾ എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മറുപടി കിട്ടുന്നില്ല. അതിന്റെ കാരണങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് രാവിലെ മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകൾ ഏതാണ്? ഒന്ന്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് കടന്നു വരിക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരു മനസ്സ് വന്നാൽ ദൈവത്തിന് നമ്മൾ പ്രാപിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇത് രാവിലെ പറയുന്നു, നീ ഒരു മകൻ, നീ ഒരു മകൾ എന്ന പദവിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് രാവിലെ ആ മകൻ, ആ മകൾ എന്ന പദവിയിൽ ഇന്ന് രാവിലെ നീ വന്നിട്ടുണ്ടെങ്കിൽ, നീ വീണ്ടും ജനനം പ്രാപിച്ച ഒരു മകനാണെങ്കിൽ, നീ വീണ്ടും ജനനം പ്രാപിച്ചിട്ട് ഒരു മകനായി ഒരു മകളായി ഇന്ന് പകൽക്കാലം മാറി തീർന്നുവെങ്കിൽ, ഇന്ന് രാവിലെ നിന്റെ അപ്പൻ നീയുമായുള്ള ബന്ധം അല്പം പോലും സംശയിക്കുന്ന ബന്ധമല്ല, വിശ്വാസമാണ്. അവിടെ സംശയമില്ലാത്ത ഒരു വിശ്വാസം. ആ വിശ്വാസവും ഇന്ന് രാവിലെ നീ ഏറ്റെടുക്കുന്നുവെങ്കിൽ, നീ ഒരു അപ്പനും മകനും എന്ന ബന്ധത്തിലേക്ക് ഇന്ന് പൽക്കാലം വന്നിട്ടുണ്ടെങ്കിൽ, മകനായാൽ നീ മകളായാൽ അപ്പൻ പറയുന്ന ഏത് കൽപ്പനകളും നീ അനുസരിച്ചിരിക്കും. ആ ബന്ധം, ആ
സ്നേഹത്തിന്റെ തെളിവുകളാണ്. അപ്പൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നവനായിരിക്കും. അതാണ് അപ്പനോടുള്ള സ്നേഹം, അപ്പനുള്ള വിശ്വാസം. ഈ തിരുവചനം ഇന്ന് രാവിലെ കേൾക്കുമ്പോൾ, അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധം നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ആ വാക്യങ്ങളെല്ലാം, ആ വചനങ്ങളെല്ലാം അതുപോലെ ഏറ്റെടുത്ത് പ്രാക്ടിക്കൽ ലൈഫിൽ അത് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നു, നീ ദൈവത്തിന്റെ മകനാണ്. ആ മകനായത് കൊണ്ടാണ് ആ ദൈവം പറയുന്നത് ഒക്കെ നീ അനുസരിക്കുന്നത്. അത്രത്തോളം ദൈവത്തോട് വിശ്വാസം, അത്രത്തോളം ദൈവത്തോട് സ്നേഹം, അത്രത്തോളം ദൈവത്തോട് ആശ്രയം ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തിനകത്ത് വീണ് കഴിയുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി തരും. മറുപടി തരാതെ അവൻ പോകുകയില്ല. അപ്പൻ മകൻ എന്ന ബന്ധം ഇന്ന് പകൽക്കാലം നീ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം അപ്പൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ, യോഹന്നാൻ 16:23 എടുത്തു വായിക്കുക. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ അതിരുകൾക്കുള്ളിൽ നിങ്ങൾ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരു പരിമിതിയില്ലാതെ അവൻ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. അതാണ് മത്തായി 6:25 യേശു പറഞ്ഞു, വിചാരപ്പെടരുത്, നീ വിചാരപ്പെടരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, നീ വിചാരപ്പെടരുത്. നിങ്ങൾ എന്തിനെ കുറിച്ച് എപ്പോഴും വിചാരപ്പെടുന്നേ? നാളത്തെ കുറിച്ചല്ലയോ? നിന്റെ മക്കളെ കുറിച്ചല്ലയോ? എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നതിനെ കുറിച്ചല്ലേ നീ വിചാരപ്പെട്ടിരിക്കുന്നത്? നീ വിചാരപ്പെടരുത്. നീ ഇപ്പോൾ ചെയ്യേണ്ടത് നിന്റെ ആത്മീയ വിഷയത്തെ കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത്. എഫേസ്യർ 1-ാം അധ്യായം 17, 18, 19 ഒക്കെ വായിക്കുമ്പോൾ, കർത്താവേ, ആ വെളിപ്പാടിന്റെ ആത്മാവിനെ, അജ്ഞാനത്തിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ, എന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. നിങ്ങൾ ആരെങ്കിലും ഇത് ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ചോദിക്കുന്നത് നാളത്തെ കാര്യങ്ങൾ, ഭാവിയുള്ള കാര്യങ്ങൾ. നിന്റെ ഭാവിയുടെ കാര്യങ്ങൾ കർത്താവിന്റെ കരുത്തിൽ ഇരിക്കുന്നു. കർത്താവിന് ചെയ്തു തരാൻ കർത്താവിന് കഴിയും. വിചാരപ്പെടരുത്, ഉത്കണ്ഠ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ചോദിക്കുന്നത് ജാതികൾ ചോദിക്കുന്ന പോലെ നീ ചോദിച്ചു നടക്കുക. ജാതികളെ നോക്കൂ, അവിടെ പോയി കാണിക്കയിടുന്നു, അവിടെ പോയി മറ്റൊരിടത്ത് പോയി കാണിക്കയിടുന്നു. എല്ലാം ഭൗതിക നന്മകൾക്ക് വേണ്ടി കാണിക്കയിട്ട് നടക്കുന്ന പോലെ നീയും ഇന്ന് ദൈവസ്ഥലിൽ കടന്നു വന്ന് ജാതികൾ നേടുന്ന നിലവിളിക്കുന്ന പോലെ ആഹാരത്തിന് വേണ്ടി, നാളത്തേക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, ഉണ്ണാനും ഉടുക്കാനും ഇതിനെല്ലാം കുറിച്ച് ഇങ്ങനെ വിളിച്ച് നീ ഇതുവരെയും നിന്റെ നിത്യതയെ കുറിച്ച്, ആത്മീയ വിഷയങ്ങളെ കുറിച്ച്, കഴിഞ്ഞ നാളുകളെക്കാൾ കുറച്ചും കൂടെ ആത്മാവിന്റെ ആ വലിയ അഭിഷേകത്തിന് വേണ്ടി ഇന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? നാം ഈ ദിവസങ്ങളിൽ അധികമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നീ നിലവിളിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചോദിക്കാതെ വെറും ജാതികളെ പോലെ ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രം വിചാരപ്പെട്ട് ഇങ്ങനെ ഞരങ്ങി കരയുന്ന സഹോദര സഹോദരി, ഇന്ന് മൽക്കാലം നിർത്ത്. നീ അതിനെക്കുറിച്ച് വിചാരപ്പെടാതെ, ഉത്കണ്ഠ ഉണ്ടാകാതെ നിന്റെ ദൈവത്തെ നീ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് മൽക്കാലം നീ പ്രാർത്ഥിക്ക്. അവൻ നിനക്ക് മറുപടി തരുവാൻ അവൻ ശക്തനായി നിൽക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13, 14 ഒന്ന് വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13, 14. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിനോ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, പാസ്റ്റിങ്ങിനൊക്കെ അങ്ങ് പ്രസംഗിക്കാം, എന്ത് വേണമെങ്കിൽ പ്രസംഗിച്ചിട്ട് പോകാം. അല്ല, എന്റെ പ്രാക്ടിക്കൽ ലൈഫ് വ്യക്തമായി അനുഭവിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നാളത്തെ കുറിച്ച് ഞാൻ വിചാരപ്പെട്ടിരുന്നാൽ എനിക്കിന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല കുഞ്ഞെ. നാളത്തെ കുറിച്ച് ഞാൻ വിചാരപ്പെട്ട് കരഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ജീവിതം മുഴുവനും സ്ട്രെസ്, ഇന്നത്തെ ജീവിതം മുഴുവനും ഭാരം, ഡിപ്രഷൻ കൊണ്ട് ഞാൻ ഇന്ന് വെക്കാലം നിറയും. യേശു തന്നെ പറഞ്ഞു, ഉത്കണ്ഠയുടെ പിന്നാലെ കടന്നു വരുന്ന അനേക രോഗങ്ങൾ
ദൈവസ്ഥൻ നീ പാപമാ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലവും ഞാൻ ചോദിക്കുന്ന കർത്താവേ, ഇന്നലത്തേക്കാൾ എനിക്കൊരു അഭിഷേകം എനിക്ക് വീണ്ടും വേണം. വീണ്ടും എന്നെ ശക്തീകരിച്ചാട്ടപ്പാ. ഓരോ ദിവസവും കൃപമേൽ കൃപ, ശക്തിമേൽ എനിക്ക് പകർന്നതാ ആത്മീയ വിഷയങ്ങൾ ഞാൻ ചോദിക്കുന്തോറും കർത്താവിന്റെ സന്നിധാനത്തിൽ കർത്താവിന്റെ തലയോളം വളരുവാനുള്ള ആഗ്രഹം എന്നിൽ കടന്നു വരുമ്പോൾ ഞാൻ ചോദിച്ചതുപോലല്ല, നിലച്ചതുപോലെയാണ്. അതിനപ്പുറമായി എന്റെ പിന്നാലെ കടന്നു വരുന്ന നന്മകളും കരുണകളും ഓർത്ത് ഞാൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഇത്ര വലിയവനായ ദൈവത്തെ ഞാൻ എന്തിനാ സംശയിക്കുന്നത്? ഇന്ന് പകൽ ദൈവമക്കളെ, നീ മക്കളെങ്കിൽ, നീ അവകാശിയെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ നിനക്ക് ലഭിച്ചു എന്ന് നീ വിശ്വസിക്ക. മർക്കോസ് 11-ാം അധ്യായം അതിന് 22-23 വാക്യങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ വായിക്കുന്നവർ ഹൃദയത്തിൽ അത് ഏറ്റെടുത്ത് വായിക്കണം. വെറുതെ വായിച്ചു വിടരുത്. ഇത് വായിച്ചു വിടുവാനുള്ള അല്ല, ഇത് എന്റെ കർത്താവിന് രാവിലെ എനിക്ക് തരുന്ന ദൂതാണെന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ അകത്ത് ആ വചനം വായിച്ച് ഉരുവിട്ട് ഹൃദയത്തിൽ നിന്ന് ഉറപ്പ് പ്രാപിച്ചെടുക്കണം. എന്നിട്ട് ഇത് വായിച്ചിട്ട് അടുത്ത നിമിഷം തൊട്ട് നിന്റെ ജീവിതത്തിൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങ്. വിശ്വാസം അങ്ങോട്ട് എക്സസൈസ് ചെയ്യ. ഹല്ലേലൂയ. ഇന്ന് കാല വചനം നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങി വരട്ടെ. വായിക്കുക മർക്കോസ് 11:22-23. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുവിൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നിങ്ങളതെന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളതൊന്ന് എക്സസൈസ് ചെയ്തിട്ടുണ്ടോ? ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ നീങ്ങി മാറുവാൻ നീ കൽപ്പിച്ചിട്ടുണ്ടോ? വിശ്വാസത്തോടെ തുറന്നു വരിക എന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കൽ നീ തുറന്നു വരിക എന്ന് കൽപ്പിച്ചു, തുറന്നു വന്നില്ല, ശരി തന്നെ. എന്നാൽ നീ ഉടനെ അങ്ങ് പോവുകയാണോ? ഇല്ല, വീണ്ടും അതിനോട് കൽപ്പിക്ക. അദൃശ്യ മണ്ഡലത്തിൽ ഒരു ഉദാഹരണം ഒരു രോഗത്തോട് പറഞ്ഞ കർത്താവേ അത് നീങ്ങി മാറ. ചിലപ്പോൾ നിന്റെ മുന്നിൽ ആ രോഗം നീങ്ങി മാറിയിട്ട് നിനക്ക് തോന്നില്ല. പക്ഷേ ആ രോഗത്തിന്റെ ശക്തി, ആ രോഗത്തിന്റെ അടിവേരുകൾ കരിയുവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പൂർണ്ണമായി അതിന്റെ ആഴങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മൂഡ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. നീ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ. വീണ്ടും നീ കൽപ്പിക്ക. അത് പൂർണ്ണമായി ഉണങ്ങി നിന്റെ മുന്നിൽ നീങ്ങി മാറുന്ന ദിവസമുണ്ട്. പലപ്പോഴും അദൃശ്യ മണ്ഡലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടികൾ സഡൻ ലഭിക്കുന്നില്ലെങ്കിലും അദൃശ്യ മണ്ഡലത്തിൽ ചില പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ട്. ശക്തമായി കടന്നു വരുന്ന ജീവിതങ്ങൾ അവിടെ നിർജ്ജീവമാക്കി കൊണ്ടിരിക്കുന്നു. പൈശാചിക ശക്തികളായ ശക്തികൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. നീ അത് വിശ്വസിക്കൂ. കുഞ്ഞേ, ഇന്ന് രാവിലെ നിനക്ക് വിശ്വാസത്തോടെ ആത്മശക്തിയോടെ നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ നോക്കി നീ കൽപ്പിക്ക്. കർത്താവേ അത് മാറിപ്പോകട്ടെ. ആ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നു തരിക. അവൻ മടുത്തു പോകാതെ ലജ്ജ കൂടാതെ നീ ചോദിക്കുന്ന നിമിത്തം എന്റെ കർത്താവ് മറുപടി തരും, തീർച്ചയായും തരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. റോമർ 8-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് കടന്നു വരിക. റോമർ 8:17 പറയുന്നത്, നിങ്ങൾ ആരാണ്? മകൾ ആയെങ്കിൽ നിങ്ങൾ അവകാശിയാണ്. യേശു ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടു അവകാശികളും തന്നെ. നാം അവനോട് തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കഷ്ടമനുഭവിച്ചാൽ അത്രേ. ഇപ്പോൾ അവനോടുകൂടെ കുറച്ച് കഷ്ടത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിപ്പോവുകയാണോ? ഭാഗ്യ പദവി എന്നെണ്ണി ഞാൻ യേശുവിന്റെ കൂടെ ഒരു കൂട്ടവകാശിയാണ്. ഞാൻ നിന്റെ മകനാണ്, അവകാശിയാണ്, ക്രിസ്തുവേശുവിനോട് കൂട്ടവകാശിയാണ്. ഈ പദവികളെ കുറിച്ചൊരു അറിവ് എനിക്കുണ്ടായിരിക്കണം. പക്ഷേ ഈ വലിയ പദവികളെ നിങ്ങൾ ആരും ദുരുപയോഗം ചെയ്യരുത്.
അതായത് ഭൂമിയിലെ ഒരു ശാരീരികമായ നിങ്ങളുടെ പിതാവിന്റെ മടിയിൽ കയറി ഇരുന്ന് നിങ്ങൾ ചോദിക്കുന്നത് പോലെ നിങ്ങൾ മക്കളെങ്കിൽ അപ്പന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിക്കാൻ കഴിയുമെന്ന് അനേകർ പഠിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. ശരിയാണ്, 100% ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഭൂമിയിലെ ശാരീരികമായ പിതാവിന്റെ മടിയിൽ കയറി ഇരിക്കുന്ന പോലെ ഈ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തിനടുക്കൽ ഈ ജഡ ശരീരവുമായി അവന്റെ അടുക്കലേക്കൊന്ന് അടുത്ത് ചെല്ലുവാൻ കഴിയുമോ കുഞ്ഞുങ്ങളെ? ഒരു ഹൃദയ തകർച്ച, ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? അപ്പാ, ആ വിശുദ്ധനായ അപ്പന്റെ അടുക്കിലേക്ക് ഞാൻ എങ്ങനെ കടന്നു വരും? ജീവിതത്തിൽ അനേക തെറ്റുകളുണ്ടപ്പാ, കുറവുകളുണ്ട് എന്ന് പറഞ്ഞൊരു ഹൃദയ തകർച്ചയോടെ ആണല്ലോ നമ്മൾ കർത്താവിന്റെ അടുക്കൽ കടന്നു വരേണ്ടത്. ഇന്ന് രാവിലെ മറക്കരുത്, അവകാശവും അധികാരവും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും നിന്റെ പിതാവ് ആരാണ്? കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മുടെ ജീവിതത്തിലും ഒരു താഴ്മ, ഒരു ശുദ്ധീകരണം അപ്പന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കണം. ആ നുറുങ്ങുന്ന ഹൃദയത്തെ ഒരിക്കലും ദൈവം നിരസിക്കത്തില്ല. ആ തകർന്നു പോകുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. കുഞ്ഞെ, തന്നെ താഴ്ത്തി ആ ഹൃദയ തകർച്ചയോടെ ഒരു മകൻ അടുക്കൽ വരികയാണ്. തീർച്ചയായും നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് കരഞ്ഞിട്ട് എത്ര നാളായി? കരച്ചിൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മോഹങ്ങളിൽ നിന്നുള്ള കരച്ചിലല്ല, ആ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് കടന്നു വരുന്ന കരച്ചിൽ. എന്നെ നടത്തിയ വഴികൾ, എന്നെ ഓരോ ദിവസവും കൊണ്ടുപോകുന്ന വഴികൾ, ആ ദൈവത്തിന്റെ കരുതലുകൾ, ആ ദൈവത്തിന്റെ സ്നേഹമെല്ലാം ഓർത്ത് അപ്പന്റെ പാദപീഠത്തിലിരുന്ന് കരയുന്ന കണ്ണുനീർ. സഹോദരി, സഹോദര, എത്ര നാളായി കണ്ണുനീർ കണ്ണുനീര് വന്നിട്ട് കരയാതെ ഹൃദയമെല്ലാം കഠിനമായിട്ടില്ലേ? ഒരു നുറുങ്ങുന്ന ഹൃദയം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് എത്രയോ നാളായി. യേശു കർത്താവിനെ നോക്കൂ, പിതാവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കരയുന്ന യേശുവിനെ നോക്കൂ, യേശുവിന്റെ ഓരോ പ്രാർത്ഥനകളും നോക്കൂ. ഇന്ന് രാവിലെയും അപ്പന്റെ പാദപീഠത്തിൽ ഒരു താഴ്മയോടിരുന്ന് ഹംബിളായി നുറുങ്ങുന്ന ഹൃദയത്തോടെ കടന്നു വരുന്ന ഒരു അനുഭവം എങ്ങനെ നുറുങ്ങാതിരിക്കും? കഴിഞ്ഞ ദിവസം വാക്കുകൾ തെറ്റിപ്പോയിട്ടില്ലേ? കണ്ണുകൾ തെറ്റിപ്പോയിട്ടില്ലേ? ഡെയിലി ലൈഫിൽ നിങ്ങൾ വിശുദ്ധനാണോ? ഞാൻ വിശുദ്ധനാണോ? തെറ്റിപ്പോയിട്ടില്ലേ? കുറവുകളില്ലേ കുഞ്ഞെ? എങ്ങനെ സ്വയം നീതീകരിക്കാൻ കഴിയും? ഈ വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ എങ്ങനെ സ്വയം നീതീകരിച്ചു നിൽക്കാൻ കഴിയും? തെറ്റില്ലേ? അവിടെ എങ്ങനാ തെറ്റ്? ഹൃദയ നുറുക്കത്തോടൊന്ന് കടന്നു വരിക. അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുമോ കുഞ്ഞെ? നിങ്ങളുടെ മകൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ഒന്ന് കരഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ തരത്തിൽ കൊടുക്കത്തില്ലേ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ എന്റെ അപ്പച്ചന്റെ അടുക്കൽ വന്ന് നിങ്ങൾ ചോദിച്ചാൽ തരത്തില്ലെന്നാണോ പറയുന്നത്? തരും. രാവിലെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒന്ന് കടന്നു വരിക വേഗത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 15:7. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. വചനം നിങ്ങളിൽ വസിക്കണം. ഹൃദയത്തിൽ മാത്രമല്ല, വചനത്തിൽ ജീവിച്ചു കൊണ്ട് വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. എന്റെ കർത്താവ് നിങ്ങൾക്കൊരു വചനം വാഗ്ദത്തം തന്നാൽ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. വചനത്തിൽ നീ ജീവിക്കണം, വചനത്തിൽ തന്നെ ആയിരിക്കണം. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വചനത്തിന്റെ അകത്തായിരിക്കണം, വചനത്തിൽ നീ ജീവിക്കുന്നവനായിരിക്കണം. നിന്റെ പ്രതികൂലങ്ങൾ ഘട്ടങ്ങളുടെ നടുവില് കർത്താവ് കഴിഞ്ഞ നാളുകൾ നിനക്ക് തന്ന വാഗ്ദത്ത വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ അപ്പനാണ് എന്നോട് ഇത് പറഞ്ഞത്. ആ വചനം ഞാൻ ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുന്നു. യേശു
കർത്താവ് വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ ഇന്ന് രാവിലെ ദൈവം നിന്നോട് പറഞ്ഞ വചനത്തിന്റെ വാഗ്ദത്തങ്ങൾ, വാഗ്ദത്ത വചനങ്ങൾ കഷ്ടതയുടെ വേദനയുടെ നടുവിൽ ഉരുവിടുക, ഉരുവിടുക, ഉരുവിട്ട് പ്രാർത്ഥിക്കുക. സാത്താനിയ പോരുകളോട് നടുവിൽ ഇന്ന് വൽക്കാലം വചനമാകുന്ന വാളെടുത്ത് വെട്ടി പ്രാർത്ഥിക്കുക. പക്ഷേ നീ വചനം എടുത്ത് വായിൽ പറയുമ്പോൾ വചനത്തിൽ തന്നെ നിൽക്കണം, വചനത്തിൽ ജീവിക്കുന്നവനായിരിക്കണം. വചനവുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനവും എന്റെ പ്രാക്ടിക്കൽ ലൈഫുമായി യാതൊരു ബന്ധവുമില്ലാതെ ഞാൻ കിടന്ന് പ്രസംഗിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. കേൾക്കുന്നവരോ നല്ല പോയിന്റ്, നല്ലത്. പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫിൽ ഈ വചനത്തിൽ ഞാൻ നിൽക്കാത്തോളം കാലം, ഈ വചനം എന്റെ ഹൃദയത്തിനകത്ത് ഇല്ലാത്തോളം കാലം എനിക്ക് മറുപടി കിട്ടത്തില്ല. ഇന്ന് രാവിലെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. രോഗമാണോ, കട്ടതയാണോ, കടബാധികളാണോ, ഏത് വിഷയമാണോ, ദൈവം നിനക്ക് തന്ന വാഗ്ദത്ത വചനത്തെ ഉരുവിട്ട് അപ്പനെടുക്കൽ കടന്നു ചെന്ന് പറ, അപ്പാ നീയാണ് എന്നോട് ഇത് പറഞ്ഞത്. ആ വചനം ഇന്ന് വൽക്കാലം എനിക്ക് തരണമേ, വാഗ്ദത്തം എനിക്ക് ഇന്ന് വൽക്കാലം തരണമേ. ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം, ചിലപ്പോൾ നിനക്ക് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടില്ലായിരിക്കാം. എന്നാൽ കർത്താവ് നിന്നോട് ഒരു വാഗ്ദത്തം നിനക്ക് ഞാൻ ഒരു സന്തതിയെ തരുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് വൽക്കാലം ആ വാഗ്ദത്ത വചനം കർത്താവിന്റെ സന്നിധിയിൽ ഉരുവിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നീയാണ് എന്നോട് പറഞ്ഞത്. അബ്രഹാം പറഞ്ഞതുപോലെ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും ഞാൻ എന്റെ പരിചയമാവുന്നു എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. ആ വാഗ്ദത്തത്തെ ഉരുവിട്ട് അബ്രഹാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് സകലം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള എന്റെ ദൈവം, അവൻ മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിവുള്ളവനായ എന്റെ ദൈവം, ഈ വിഷയത്തിന് മറുപടി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന് അവൻ അവിശ്വസിക്കാതെ, അവിശ്വാസത്താൽ സംശയിക്കാതെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് അവൻ ദൈവത്തിൽ ആരാധിച്ചു. നിങ്ങൾക്കാൾ ഉറപ്പുണ്ടോ? വയസ്സാകട്ടെ, കാലങ്ങൾ കഴിയട്ടെ, കഴിഞ്ഞ നാളുകൾ നിന്റെ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ഇന്നും വാഗ്ദത്തം ഊവുകയാണ്, വാഗ്ദത്തം ജീവിക്കുന്നു. കാരണം വാഗ്ദത്തം പറഞ്ഞവൻ ജീവനോട് ഇരിക്കുന്നത് കൊണ്ട് വാഗ്ദത്തം പറഞ്ഞ വാഗ്ദത്തവും ഇന്ന് ജീവനോടിരിക്കുന്ന. ചോദിക്ക, ഇന്നും നീ മറന്നുപോ, നീ സംശയിക്കാതെ, നീ അവിശ്വസിക്കാതെ, ഇന്ന് പകൽക്കാലം വാഗ്ദത്തം ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് എത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയാലും നീ പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്നു നോക്കി വിഷയങ്ങളെല്ലാം മരുഭൂമി പോലെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നു. എന്നാൽ അതിനെ നോക്കി നീ വിശ്വസിക്ക. അവൻ ഉണങ്ങിയ, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഇന്ന് വൽക്കാലത്ത് പ്രവാചകൻ അല്ലായിരിക്കാം, പ്രവാചകി അല്ലായിരിക്കാം, പക്ഷേ നിനക്ക് തന്നെയുള്ള വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി സംസാരിച്ചതുപോലെ ഇന്ന് വൽക്കാലത്ത് നിന്റെ ശരീരമായിരിക്കാം, നിന്റെ തലമുറകളെ ആയിരിക്കാം, നിന്റെ വിഷയങ്ങളായിരിക്കാം, അതിനെ നോക്കി വിശ്വാസത്താൽ പ്രവചിച്ചുകൊണ്ടിരിക്കുക. അസ്ഥിയോട് ചേരും, ഞരമ്പുകൾ കൂട്ടമെന്ന് പിടിക്കെടുക്കും. ഒരു മനുഷ്യനായി താഴ്മയിൽ എഴുന്നേറ്റ് നിൽക്കും. അത് ജീവനോടെ വാഗ്ദത്തം നിന്റെ കണ്ണുമുമ്പിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അവസാനമായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, ഇന്ന് രാവിലെ നിനക്ക് മറുപടി വേണമോ? കഴിഞ്ഞ നാളുകളിൽ മറുപടി കിട്ടിയ വിഷയത്തെ കുറിച്ച് നീ സ്തുതിക്ക്. ഇപ്പോ നിനക്ക് വീടുണ്ടോ? വീടിന് വേണ്ടി സ്തോത്രം ചെയ്യുക. കർത്താവേ തന്ന വീടിനായ സ്തോത്രം, കാറിനായ സ്തോത്രം, എന്റെ ജോലിക്കായ സ്തോത്രം, ആരോഗ്യത്തിനായ സ്തോത്രം, തലമുറയ്ക്കായ സ്തോത്രം. ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ കിട്ടിയ കഴിഞ്ഞ നാളുകൾ മറുപടി കിട്ടിയ വിഷയത്തിന് സ്തോത്രം ചെയ്യേ. ദൈവത്തിന് കഴിഞ്ഞ നാളുകൾ നന്മകളെ സ്തോത്രം നേടി ഇപ്പോഴത്തെ വിഷയം കർത്താവിന് മുമ്പിൽ എടുത്തു വെക്ക. കഴിഞ്ഞ നാൾ ചെങ്കലിൽ കൂടെ നടത്തിയ ദൈവത്തിന് ഇന്ന് ഈ ചെറിയ വിഷയത്തിന് മറുപടി തരാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്ക. തിരിഞ്ഞു നോക്കിയാ നിനക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഈ അമേരിക്കയിൽ നിന്ന് നടത്തിയ വഴികള്, കേരളക്കരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നിന്നെ നടത്തിയ വഴികൾ ഓർക്കുമ്പോ മൗനമായിരിക്കാൻ പറ്റത്തില്ല. സ്തുതിക്കുവാൻ നിരവധി കാര്യങ്ങൾ നിന്റെ മുന്നിൽ കിടക്കുമ്പോൾ അതിനെ സ്തുതിക്കുമ്പോൾ നിന്റെ ചെറിയ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു ചെറിയ വിഷയമായി മാറും. നിനക്ക് തന്നെ തോന്നും, കർത്താവേ, എന്റെ കർത്താവ്, ഞാൻ എന്തിനാ സംശയിക്കുന്നത്? ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾക്ക് എന്റെ ദൈവം കഴിഞ്ഞ നാൾ മറുപടി തന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ വിഷയത്തിന് മറുപടി തരുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യേ. ഇതാ നിന്റെ മുന്നിൽ മറുപടികളായി കടന്നു വരുന്നു. എത്രയോ നാളായി ഒരു താങ്ക്ഫുൾ ആയ ഒരു ഹൃദയം നമ്മൾ നഷ്ടമായിട്ട് നന്ദി പറയുവാൻ കഴിയാത്ത ഹൃദയം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? എന്താ ഇതിനൊക്കെ സ്തോത്രം ചെയ്യുന്നത്?
ഇന്ന് പകൽക്കാലം നിന്റെ ശ്വാസമുണ്ടല്ലോ, ശ്വാസം, അതിന് സ്തോത്രം ചെയ്യാമോ? ആ ശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ജീവനോട് ഇരിക്കുന്നത്. സ്തോത്രം ചെയ്യാൻ കഴിയുമോ? കുഞ്ഞെ, നീ കുടിക്കുന്ന വെള്ളം നീ വില കൊടുക്കുന്നുണ്ടോ? എന്റെ വായു അതിന് വില കൊടുക്കുന്നുണ്ടോ? കുഞ്ഞെ, ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാൻ നിരവധി. ഒരു രാവിലെ പോയിട്ട് രാത്രി വീട്ടിലെത്തിയല്ലോ, സ്തോത്രം ചെയ്യ. എത്രയോ ഇടത്തും വലത്തുകളും അവൻ മരിച്ച് പോകുന്ന നീ കാണുന്നില്ലയോ? കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിനെ കുറിച്ച് നോക്കൂ. ആ ഫ്ലൈറ്റിലുള്ളവർ അവൻ മരിച്ചോ ജീവനോടിരിക്കുന്നോ ഇതുവരെ ആർക്കും അറിയത്തില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ 4 ചുറ്റിനും നടക്കുമ്പോ ഇന്ന് രാവിലെ നീ വണ്ടി ഓടിച്ച് രാത്രി വീട്ടിൽ വന്നു, രാവിലെ എഴുന്നേൽക്കുവാൻ കൃപ നൽകി. ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? മൗനമായി ഇരിക്കാതെ ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കൊണ്ട് അടുത്ത് വന്നിട്ട് ദൈവത്തിന്റെ കരുത്തിൽ ഇന്നത്തെ വിഷയത്തെ വലിച്ചെറി. ഹല്ലേലൂയ. കഴിഞ്ഞാൽ മറുപടി തന്ന ദൈവത്തിന് ഈ വിഷയത്തിന് മറുപടി തരുവാൻ അവന് ശക്തനാ. മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ ആദ്യമായി ചിന്തിച്ചത് മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനയ്ക്കുള്ള കാരണങ്ങൾ. എന്നാൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ. കർത്താവിന്റെ വചനപ്രകാരം കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് ചോദിച്ചു നോക്ക്, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ. എല്ലാ കണ്ണുകളും ഇന്ന് രാവിലെ അടയട്ടെ. വിവിധ രീതിയിൽ കർത്താവ് നമ്മോട് സംസാരിച്ചു, കേട്ടു, മറന്നു, എഴുന്നേറ്റ് പോയി. അടുത്ത മെസ്സേജിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. അതല്ല, ഇന്നത്തെ മെസ്സേജിൽ കൂടെ എവിടെയൊക്കെയോ കർത്താവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഭാഗത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, തിരുത്തുവാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീ സംശയിക്കരുത് പറഞ്ഞിട്ടുണ്ട്, വിചാരപ്പെടരുതെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് രാവിലെ കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ പ്രാക്ടിക്കൽ ലൈഫിൽ ഇന്ന് മുതൽ ചെയ്യുവാൻ നീക്കി മാറ്റുവാൻ ഇന്ന് രാവിലെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക. വെറുതെ കേട്ടിട്ട് എഴുന്നേറ്റ് പോകരുത്. അടുത്ത മെസ്സേജിന് വേണ്ടി ഇരിക്കുമ്പോൾ കർത്താവ് ചോദിക്കും, രാവിലെ കേട്ട മെസ്സേജിന് നീ എന്തോ പ്രതികരിച്ചത്? ദൈവശബ്ദം കേട്ടിട്ട് നീ എന്തെങ്കിലും പ്രതികരിച്ചോ? പ്രാർത്ഥിച്ചു, എഴുന്നേറ്റ് പോയി, കേട്ടു, എഴുന്നേറ്റ് പോയി. ദൈവ ശബ്ദം കേൾക്കുമ്പോൾ നീ തിരിച്ച് പ്രതികരിക്കണം. നിങ്ങൾ എന്നോട് ഒരു കാര്യം സംസാരിക്കാൻ മിണ്ടാതിരിക്കുക. പിന്നീട് സംസാരിച്ചു, ഒറ്റ ശേഷം മിണ്ടുന്നില്ല. നിങ്ങളുടെ പ്രതികരണം എന്തുമായിരിക്കും? ഇതുപോലെ കർത്താവിനോട് സംസാരിക്കുമ്പോ, കർത്താവേ നീ എന്നോടാ സംസാരിച്ചത്. കർത്താവേ, താങ്ക് യു ലോർഡ്, നന്ദി അപ്പാ, നീ എന്നോട് സംസാരിച്ചു. തീർച്ചയായും ഇതുപോലെ അതനുസരിക്കാം, ഞാൻ എടുത്തു മാറ്റാം, അവിടെ ഞാൻ ക്ലിയർ ആക്കാൻ. കർത്താവേ, ഇന്നുപോലെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. കർത്താവേ, പരിശുദ്ധമേ, എന്നെ സഹായിക്കണമേ. ഒന്ന് തിരിച്ച് പ്രതികരിക്കുക. കേട്ടിട്ട് മിണ്ടാതിരുന്ന് എഴുന്നേറ്റ് പോയാൽ ആ ദൈവത്തിന് വളരെ തെറ്റാ. പരിശുദ്ധം ദുഃഖിക്കുന്നു. കേട്ട് എഴുന്നേറ്റ് പോകുകയാ. ഇന്ന് പോൽക്കാൽ നിന്റെ വിഷയം എങ്ങനെ പരിഹരിക്കണമെന്ന്, നിന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ മറുപടി കിട്ടുമെന്ന് കർത്താവ് വ്യക്തമാനോട് ഇടപെട്ടെങ്കിൽ കർത്താവിനോടൊന്ന് തിരിച്ച് സംസാരിക്കുവാൻ ഇന്ന് പോൽക്കാൽ നീ തയ്യാറാകുമോ? ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കർത്താവേ, ഇന്ന് രാവിലെ നീ എന്നോട് ഇടപെട്ടു. നാളുകൾ പ്രാർത്ഥിച്ചു പോയ വിഷയത്തിന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത കാര്യങ്ങൾ എന്താണെന്ന് എനിക്കിന്ന് ബോധ്യമായി. കർത്താവേ, ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് കർത്താവ് അടുത്തുവാ. ഒരു പ്രാർത്ഥനയുടെ ഒരു പുതിയ ഫേസ് ഇന്ന് വൽക്കാലം ഏറ്റെടുക്ക. ഒരു വിശ്വാസം ഏറ്റെടുക്ക. സംശയിക്കാത്ത വിശ്വാസം ഇന്ന് വൽക്കാലം ഏറ്റെടുത്ത് ഒരു പുതിയ ചാപ്റ്റർ, ഒരു പുതിയ ബിഗിനിങ് ഇന്ന് വൽക്കാലം ആരംഭിക്ക. നിരാശകൾ വിട്ടുകള, ദുഃഖങ്ങൾ വിട്ടുകള, ഭാരങ്ങൾ വിട്ടുകള. ഇന്ന് വൽക്കാലം മടുത്തു പോകാതെ പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു കിടക്കുന്ന സഹോദരി, ഇന്ന് വൽക്കാലം നീ സടകുടഞ്ഞ് പ്രാർത്ഥനയുടെ ഒരു പുതിയ മുഖത്തിനായി എഴുന്നേൽക്ക്. ആത്മീയ വിഷയത്തിൽ സമ്പന്നനാകുവാൻ ഇന്ന് രാവിലെ ഏൽപ്പിച്ചുകൊണ്ട് അടുത്തു വരുവാൻ ഇന്ന് രാവിലെ വിളിക്കുന്നു. ഞങ്ങളുടെ ബലവനായ സ്വർഗ്ഗ പിതാവേ, ഈ രാവിലെ കർത്താവിനോട് പറഞ്ഞത് നിന്റെ ജനത്തോട് ഞാൻ സംസാരിച്ചു. അവർ അവിടെ മുറികളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, നിന്റെ വാക്കുകൾക്ക് തിരിച്ചവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പച്ചാ, ഇവിടെ പ്രാർത്ഥന നീ കേൾക്കണമേ. അടിയന്റെ പ്രാർത്ഥന കർത്താവേ നീ കേൾക്കണമേ. ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരാത്തവനായി പോകാതിരിപ്പാൻ എന്നെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, നിന്റെ വചനത്തിൽ ഉറച്ചു നിന്ന് മുന്നേറുവാൻ, യുദ്ധകളത്തിൽ ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ ഈ രാവിലെ കൃപ തരണമേ. ഈ പ്രളയിക്കുന്ന എല്ലാ മക്കളെ ഞാൻ നിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു.
ആവശ്യങ്ങൾ മേൽ ദൈവത്തിന്റെ കരനീ തൊടണമേ. ഭാരങ്ങൾ നീങ്ങിയവരായി ദിവസം രാവിലെ എഴുന്നേറ്റ് പോകുവാൻ കർത്താവ് സഹായിക്കണമേ. കൊട്ടയെല്ലാം ഒഴിഞ്ഞവരെ പോലെ ഭാരമില്ലാത്തവരായി ഇത് രാവിലെ എഴുന്നേറ്റ് പോകുവാൻ സഹായിക്കണമേ. ദാസിയെ മേൽപ്പിക്കുന്നു. കുടുംബാഞ്ഞി അനുഗ്രഹിച്ചാട്ട് കർത്താവ് പ്രാർത്ഥനാഭിഷേകത്തിന് മറുപടി കൊടുത്താട്ട് സുഹൃത്തെ കുടുംബത്തെ ഓർക്കുന്നു. ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ കർത്താവ്. വലിയ സമാധാനം കുടുംബത്തിന്മേലെല്ലാം നീ അയച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിനും നന്ദിയപ്പാ. പ്രാർത്ഥന നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.